പോക്സോ കേസിലെ പ്രതി സ്നേഹ മെർലിനെ പിടികൂടാതെ പോലീസ്. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹയ്ക്കെതിരെ കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 16 വയസ്സുകാരെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് 1.5 മാസം പിന്നിടുന്നു. യുവതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് നേരത്തെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണ് കാസർകോട്ടേത്. വിവരങ്ങളുമായി KV ബൈജു ചെയ്യുന്നുണ്ട്. ബൈജു, 1.5 മാസമായി സ്നേഹയ്ക്കെതിരെ കേസെടുത്തിട്ട് ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ സ്വാഭാവികമായും സംസ്ഥാനം വിട്ടിരിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? പോലീസ് എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ ഇത്രയധികം ഒരു വീഴ്ച സംഭവിക്കുന്നത്? ടോമേ, അത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം പ്രധാനമായും. കാരണം ഒരു സ്ഥിരം കുറ്റവാളിയാണ്, പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയാണ് സ്നേഹ മെർലിൻ. പക്ഷേ പോലീസിന് ഇതുവരെ ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് 1.5 മാസം മുൻപാണ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരിയെ സ്നേഹ മെർലിൻ പീഡിപ്പിച്ചതായ വിവരം പുറത്തുവരുന്നത്. അപ്പോൾ തന്നെ പോലീസ് കേസാണ് സ്നേഹ മെർലിനെതിരെയുള്ള ഈ ഒരു കേസ്. അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയെ ഇത്തരത്തിൽ ജയിലിലായിരുന്നു റിമാൻഡിൽ കഴിയുന്ന സമയത്ത് പരിചയപ്പെടുകയും ആ ഒരു പരിചയം വെച്ച് വീട്ടിൽ വരികയും അങ്ങനെ പീഡിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. മാത്രമല്ല മൊബൈൽ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇത്തരത്തിൽ വാങ്ങി നൽകിയാണ് സ്നേഹ മെർലിൻ കുട്ടിയെ പീഡിപ്പിച്ചത്. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ സഹോദരിയും ഇങ്ങനെ പീഡിപ്പിക്കാൻ സ്നേഹ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത്രത്തോളം ഗുരുതരമായ ഒരു കുറ്റം ചെയ്ത ഒരാളെ പോലീസിന് എന്തുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് 2025 മാർച്ച് 14 സ്നേഹ മെർലിനെതിരെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. അത് തളിപ്പറമുള്ള ഒരു പെൺകുട്ടിയെ, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് ഇത്തരത്തിൽ ഒരു കേസ് സ്നേഹ മെർലിൻ ജയിലിലാകുന്നത്. ആ ജയിലിൽ ആയ സമയത്ത് ഇതേ കുട്ടിയുടെ സഹോദരനെയും സ്നേഹ മെർലിൻ പീഡിപ്പിച്ചുവെന്ന വിവരം വെളിപ്പെടുത്തൽ വരുന്നു. അങ്ങനെ 2 കേസ് അപ്പോഴേക്കും സ്നേഹ മെർലിനെതിരെ ഉണ്ടാവുകയും പിന്നീട് തളിപ്പറമ്പ് തന്നെ മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയാവുകയായിരുന്നു. അങ്ങനെ 4ാമത്തെ കേസാണ് കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ ഒരു സംഭവം. എന്തായാലും ഈ കേസിൽ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നെങ്കിലും സ്നേഹ മെർലിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒരു പക്ഷേ കർണാടകയിലേക്ക് ഉണ്ടാകാമെന്ന ഒരു സാധ്യത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലും വലിയ കുറ്റവാളികളെ പോലും നമ്മുടെ കേരള പോലീസ് പല ഇടങ്ങളിലും കർണാടകയിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും പോയി പിടികൂടുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് സ്നേഹ മെർലിനെ പിടികൂടുന്നില്ല എന്നൊരു ചോദ്യമാണ് വരുന്നത്. കാരണം ഇത്തരത്തിൽ നിരവധി കുട്ടികളെ, അത് ആൺകുട്ടികളെയും കുട്ടികളെയും പീഡനത്തിന് ഇരയാക്കിയ ഒരു കേസിലെ പ്രതി ഒരു കേസിൽ ഇത്തരത്തിൽ ജയിലിലായി റിമാൻഡിൽ കഴിയുമ്പോൾ ജാമ്യം നേടി പുറത്തിറങ്ങിയ ഒരു പ്രതിയാണ്. അത്തരത്തിൽ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം പോലും ഇപ്പോൾ നടന്നിട്ടുണ്ട്. കാരണം ഇത്തരം കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെടരുത് എന്ന കർശന ഉപാധിയോടുകൂടിയാണ് ഈ സ്നേഹ മെർലിന് ജാമ്യം ലഭിക്കുന്നത്. പക്ഷേ സമാനമായുള്ള കുറ്റകൃത്യം പുറത്തിറങ്ങി ചെയ്യുന്നു. പക്ഷേ എന്നിട്ടും കേരള പോലീസിനെ സ്നേഹ മെർലിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് മേൽപ്പറമ്പ് പോലീസിന് സ്നേഹ മെർലിൻ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത മറ്റു കുട്ടികളെ ഇതേ സമാന രീതിയിലുള്ള കുറ്റകൃത്യത്തിന് ഒരുപക്ഷെ സ്നേഹ മെർലിൻ മുതിർന്നേക്കാം. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരു പ്രതിയാണ്. ആ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന ആവശ്യമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. 4 കേസുകളിലെ പോക്സോ കേസുകളിലെ പ്രതിയാണ് സ്നേഹ മെർലിൻ. ഏറ്റവും ഒടുവിൽ ഇവർക്കെതിരെ കേസുണ്ടായത് കാസർഗോഡാണ്. മേൽപ്പറമ്പ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ 1.5 മാസമായി പ്രതിയെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.